ഒരു സാധനവും വെച്ചെടുത്ത് കാണില്ല. എന്റെ വാച്ച് എവിടെ? രമേ, എന്റെ വാച്ച് എവിടെയെന്ന്? ആ അത് ഇന്നലെ നന്ദുടുത്തിന്ന് ഓന്റെ റൂമിലുണ്ടാവും. നന്ദു, ഈ കുരുത്തം കെട്ടവൻ നന്ദു. അവനെവിടെ ഇല്ല, രാവിലെ തന്നെ ബാഗ് എടുത്ത് എങ്ങോട്ടോ പോയിട്ടുണ്ട്. മുടിയനായ പുത്രൻ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഓ, പ്രിയപ്പെട്ട അച്ഛനോ? അച്ഛാ, ഇന്നലെ നടന്ന സംഭവം എന്നെ വളരെയധികം വേദനിപ്പിച്ചു. തൽക്കാലത്തേക്ക് ആ ബൈക്കൊന്ന് തരുമെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനു പോലും ഇങ്ങനെ ദേഷ്യപ്പെടുന്ന അച്ഛൻ്റെ കൂടെ കഴിയാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഞാൻ പോവുകയാണച്ചാ. Hey Dad! അച്ഛാ, നാളെ ഞാൻ ആ ബൈക്കൊന്ന് എടുക്കട്ടെ. അടുത്ത ആഴ്ച കോളേജിലെ. ബൈക്കോ? ബൈക്കും തരാൻ പറ്റില്ല. എന്താ പ്ലീസ്, പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യണം, ഇനാഗ്രേഷൻ ആളെ വിളിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഒരു വണ്ടി അത്യാവശ്യ. പ്ലീസ് ബ്രോ, അല്ല സോറി, പ്ലീസ് അച്ഛാ. എന്താടാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? ചിലക്കാതെ പൊയ്ക്ക അവിടുന്ന്. തച്ചു വിളിക്കാൻ ഈ ഉണ്ടാക്കിയതല്ല അവന്നും. ഔ, അവൻ്റെ ഒരു ദേഷ്യം കണ്ടില്ലേ? ഇന്നൊന്ന് തല്ലണമെന്നുണ്ടോടാ നിനക്ക്? അഹങ്കാരി. നശിപ്പിക്കാനല്ലാതെ വേറെ എന്തിനാടാ നിന്നെ കൊണ്ടൊക്കെ കഴിയുക? 10-20 വയസ്സായി, ഇത്ര ആയിട്ടും 10 ഉറുപ്പിക ഉണ്ടാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. രണ്ടക്ഷരം കൂട്ടി വായിക്കാനും കൂടി അറിയില്ല. അതിനൊക്കെ ആ രാജന്റെ മോനൊന്ന് കണ്ടു പഠിക്കണം. മണി പോലല്ലേ ആ ചെക്ക ഇംഗ്ലീഷൊക്കെ പറയണത്. പോത്ത് പറഞ്ഞ വളർന്നാ പോരാ. ഞാൻ പോവാണച്ചാ. സങ്കടമുണ്ട്, എന്നാലും ഞാൻ പോവാ. അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കരുത്. ഒരു ഫ്രണ്ട് വഴി തൽക്കാലം ഒരു ജോലി ശരിയായിട്ടുണ്ട്. നേരായ മാർഗത്തിലൂടെ അല്ലെങ്കിലും ധാരാളം കാശ് കിട്ടുന്ന ജോലിയാണ്. കാശാണല്ലോ ഇന്ന് ഏറ്റവും പ്രധാനം. അച്ഛൻ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ബാങ്ക് ലോൺ അടയ്ക്കാൻ വെച്ചിരുന്ന 25,000 രൂപ ഞാൻ എടുത്തിട്ടുണ്ട്. തൽക്കാല ആവശ്യങ്ങളൊക്കെ നടക്കണ്ടേ? പേടിക്കാനൊന്നുമില്ല. ഇന്ന് കൊട്ടേഷൻ സംഘത്തിന് നല്ല ഡിമാൻഡാ. നാളെ തന്നെ സംഘത്തിൽ ചേരാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രയും പെട്ടെന്ന് 2-3 ആളെ കയ്യോ കാലൊക്കെ വെട്ടിയൊരു പേരുണ്ടാക്കണം. പിന്നെല്ലാം ഈസിയായി നടന്നോളും. ആ പിന്നെ, ഞാൻ തനിച്ചല്ല പോകുന്നത്. എന്നിൽ വിശ്വാസം അർപ്പിച്ച് എന്നും എൻ്റെ കൂടെ നിൽക്കുമെന്ന് വാക്ക് തന്ന ദാക്ഷായണിയുണ്ട് കൂടെ. എൻ്റെ ദാക്ഷു. ഒരു ചീത്ത സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെട്ടതെങ്കിലും ഞാൻ അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. അവൾ സുന്ദരിയാണച്ചാ. അവളും കൂടി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അലമാരയിലുണ്ടായിരുന്ന അമ്മയുടെ മാലയും വളയും ഞാൻ എടുക്കുന്നത്. അമ്മയ്ക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഞാൻ കൂടുതൽ എഴുതുന്നില്ല. അച്ഛൻ വിഷമിക്കരുത്. അമ്മയോടും ചേച്ചിയോടും ഒക്കെ പറയണം. എന്ത് വന്നാലും നമ്മുടെ കുടുംബത്തിൻ്റെ സൽപ്പേര് അത് ഞാൻ കളയില്ല. നിർത്തുന്നു. സ്നേഹപൂർവം, നന്ദു. Mom! Mom!
ഡാഡ്, ഞാൻ പറഞ്ഞില്ലേ അടുത്ത ആഴ്ച കോളേജ് ഡേ ആണെന്ന്. അതിനുള്ള സ്കിറ്റാ അത്. നേരത്തെ എടുക്കാൻ മറന്നുപോയി. അന്തു, എന്താച്ചാ? ചാവി ബൈക്കിലുണ്ട്, ഈ എടുത്തോ. കോളേജ് ഡേ കഴിഞ്ഞിട്ട് തന്നാ മതി.